Hi dears, welcome of Glance Learning Academy. നമ്മുടെ +2 സയൻസിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ആറ്റം, മോളിക്യൂൾ ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് കെമിസ്ട്രിയുടെ പകുതിയോളം നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും. കാരണം പിന്നീടുള്ള മോൾ കൺസെപ്റ്റ്, കെമിക്കൽ ഇക്വേഷൻസ്, ന്യൂമറിക്കൽസ് എല്ലാം ഈ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ് മക്കളെ ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ് ആറ്റം, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ആറ്റം, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. വളരെ വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്റർ മനസ്സിലാക്കുന്ന രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ മക്കളെ, ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും അതിന് ആൻസർ ഇതിൽ ഇടുക. ഓക്കെ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ വായു, ഭക്ഷണം, ഇരുമ്പ്, സ്വർണം എന്നിവയെല്ലാം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വായു ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം, ഭക്ഷണം, ഇരുമ്പ്, സ്വർണം ഇതെല്ലാം എന്താണ്? അറിയോ? അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ ഉപയോഗിക്കുന്ന വായു, പിന്നെ വെള്ളം, സ്വർണം ഇതെല്ലാം എന്തിൽ പെടും? അറിയോ? പദാർത്ഥങ്ങളാണ്. എന്താണ്? പദാർത്ഥങ്ങൾ. ഇതെല്ലാം എന്താണ്? പദാർത്ഥങ്ങളാണ്. പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങൾ. ഇതെല്ലാം പദാർത്ഥങ്ങളാണ് അല്ലെ? ഇതെല്ലാം മാറ്ററാണ്. പദാർത്ഥം മീൻസ് മാറ്റർ. ഇതെല്ലാം മാറ്ററാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? മാറ്റർ ആണ്. അപ്പോ കെമിസ്ട്രി എന്താണ് പഠിക്കുന്നത്? അറിയോ? കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കുന്നത്? കെമിസ്ട്രി എന്നത് പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. മനസ്സിലായോ? അപ്പൊ കെമിസ്ട്രി എന്താണ് പഠിക്കുന്നത്? കെമിസ്ട്രിയിൽ പദാർത്ഥങ്ങളെയും, പദാർത്ഥങ്ങൾ അല്ലെ? കെമിസ്ട്രിയിൽ പദാർത്ഥങ്ങൾ, പിന്നെ പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും, അവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും, ഓക്കെ, പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ്. ഉണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ത്? കെമിസ്ട്രി. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായോ? കെമിസ്ട്രി എന്ന് പറയുന്നത് കെമിസ്ട്രിയില് പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി. എന്താണ്? പദാർത്ഥങ്ങളെയും, പദാർത്ഥങ്ങളെയും നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടാ. പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും, പദാർത്ഥങ്ങൾ മാറ്റേഴ്സ്, അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പഠിക്കുന്നതാണ് ആ ഒരു ശാഖയെ, ശാസ്ത്രത്തെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കെമിസ്ട്രി എന്ന് മനസ്സിലായോ? എന്താണ് കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നത്? പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും, എന്താണ്? പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി. അപ്പൊ എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എന്ത് പറയും? എന്താണ് പറയാ? യെസ്, പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാഖയാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് എന്ത്? കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രത്തെ എന്ത് പറയുന്നു? കെമിസ്ട്രി എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ കെമിസ്ട്രി എന്താണ് എന്ന് പറഞ്ഞു നോക്കിയേ. പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞേ. പദാർത്ഥങ്ങളെയും പിന്നെ
അവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി. പഠിച്ചോ? പഠിക്കാൻ പറ്റില്ലേ? എന്റെ കൂടെ തന്നെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് കെമിസ്ട്രി എന്ന് പറഞ്ഞാല്? പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ത്? കെമിസ്ട്രി. ഓക്കെ, എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? എന്താണ് കെമിസ്ട്രി? യെസ്, പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. മക്കളെ, നമുക്ക് അടുത്തത് പഠിക്കാം കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇത് എഴുതിയെടുക്കണം. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വാട്സപ്പ് നമ്പർ ഉണ്ട്, എന്നോട് ചോദിക്കുക. ഈ വാട്സപ്പ് നമ്പറിൽ ഡൗട്ടുകൾ ചോദിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, എഴുതിയെടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കെമിസ്ട്രി എന്താണെന്നുള്ളത് പഠിച്ചു. കെമിസ്ട്രി എന്ന് പറയുന്ന ഏത് ശാഖയാണ്, അതിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു തന്നു അല്ലേ? ഇനി കെമിസ്ട്രിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്റെ മക്കൾ എല്ലാവരും ഒന്ന് ചോദിക്കേണ്ട ഒരു സംശയമാണ്. നിങ്ങള് പനി വന്നാൽ എന്താണ് കഴിക്കുന്നത്? പനി വന്നാൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ജസ്റ്റ് എന്റെ ഒരു സംശയം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു ഫണ്ണി ചോദ്യം പോലെയാണെങ്കിൽ നിങ്ങൾക്ക് കരുതാം. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, നിങ്ങള് എന്താണ് ഒരു പനി വന്നാൽ കഴിക്കുന്നത്? എന്താണ് ചെയ്യാ? ഒന്ന് കമന്റ് ചെയ്യണേ. എന്നോടൊന്ന് പറയണേ, എന്താണ് നിങ്ങൾ കഴിക്കുന്നത്? യെസ്, നിങ്ങൾ കഴിക്കുന്നത് എന്തായിരിക്കും? മരുന്നായിരിക്കും അല്ലേ? യെസ്. ആ മരുന്ന് ആരാണ് നിർമ്മിക്കുന്നത്? എന്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിക്കണേന്ന് അറിയാമോ? കെമിസ്ട്രിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മള് മരുന്നുകള് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അപ്പോ കെമിസ്ട്രി മെഡിസിനിൽ ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ വളമുണ്ടാക്കാൻ, സോപ്പ് നിർമ്മിക്കാൻ, ഷാംപൂ, പ്ലാസ്റ്റിക്, മൊബൈൽ ഫോൺ, ബാറ്ററി, ഇവയുടെ എല്ലാത്തിനും പിന്നിൽ എന്തുണ്ട്? കെമിസ്ട്രി ഉണ്ട്. മനസ്സിലായ? അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നത് മെഡിസിൻ, നമ്മൾ പഠിക്കുന്ന മെഡിസിനിൽ എന്തുണ്ട്? കെമിസ്ട്രി ഉണ്ട്. പിന്നെ വളം പിന്നെ വളമുണ്ടാക്കാൻ, പിന്നെന്താണ്? സോപ്പ് ഉണ്ടാക്കാൻ, ഷാമ്പു ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്? പ്ലാസ്റ്റിക്, മൊബൈൽ ഫോൺ, ഇതിനൊക്കെ കെമിസ്ട്രിയുടെ സഹായം നിർബന്ധമാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. ഓക്കെ, ബാറ്ററി, ഇതിനൊക്കെ പിന്നിൽ എന്തുണ്ട് മക്കളെ? ഇതിനെല്ലാത്തിനും പിന്നിൽ നമുക്ക് കെമിസ്ട്രി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ കെമിസ്ട്രിയുടെ പ്രാധാന്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നമ്മളൊരു അസുഖം വന്നാൽ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലേ? ഈ മെഡിസിനിൽ എന്തുണ്ട്? കെമിസ്ട്രിക്ക് പിന്നിലുണ്ട്. ഈ മെഡിസിന്റെ പിന്നില് മെഡിസിൻ വളമുണ്ടാക്കാൻ, സോപ്പ് ഉണ്ടാക്കാൻ, ഷാമ്പു ഉണ്ടാക്കാൻ, പിന്നെന്താണ്? പ്ലാസ്റ്റിക്കുകൾ, മൊബൈൽ ഫോണുകൾ, ബാറ്ററികൾ, ഇതിലൊക്കെ എന്തിന്റെ സഹായം ഇതിന്റെ പിന്നിലുണ്ട്? കെമിസ്ട്രിയുടെ പിന്നിലുണ്ട്. അപ്പൊ കെമിസ്ട്രിയുടെ പ്രാധാന്യം ചിലപ്പോ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? മെഡിസിനും ഇതിന്റെ പ്രാധാന്യമുണ്ട്. ഇതിന്റെ പിന്നില് കെമിസ്ട്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വളമുണ്ടാക്കാൻ, സോപ്പ് ഉണ്ടാക്കാൻ, ഷാമ്പു ഉണ്ടാക്കാൻ, പ്ലാസ്റ്റിക്, മൊബൈൽ ഫോൺ, ബാറ്ററി, ഇതിനൊക്കെ പിന്നിൽ ആരുടെ ഹെൽപ്പ് ഉണ്ട്? കെമിസ്ട്രിയുടെ സഹായം ഇതിന്റെ പിന്നിലുണ്ട്. ക്ലിയർ ആയോ? എന്താണ് കെമിസ്ട്രി എന്നും നമ്മള് കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണ്? അപ്പൊ കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? കെമിസ്ട്രിയില് മെഡിസിൻ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വളം ഉണ്ടാക്കാൻ, സോപ്പ് ഉണ്ടാക്കാൻ, ഷാമ്പു ഉണ്ടാക്കാൻ, പ്ലാസ്റ്റിക്, മൊബൈൽ ഫോൺ, ബാറ്ററി, ഇതിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു മക്കളെ? കെമിസ്ട്രി. ഇതിലൊക്കെ കെമിസ്ട്രിയുടെ സഹായം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എന്താന്ന് പഠിച്ചല്ലോ. എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നത്? എന്താണ് നിങ്ങൾ പഠിച്ചത്? കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ
എന്താണ് അതിൽ പഠിക്കുക? കെമിസ്ട്രി എന്നത് പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞേ? കെമിസ്ട്രി എന്നത് പദാർത്ഥങ്ങളെയും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ്. കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്താണ്? കെമിസ്ട്രിയുടെ സഹായം എന്തിനൊക്കെയുണ്ട്? മെഡിസിൻ, വളമുണ്ടാക്കാൻ, സോപ്പ് ഉണ്ടാക്കാൻ, ഷാമ്പു ഉണ്ടാക്കാൻ, പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ, മൊബൈൽ ഫോൺ, അതുപോലെ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രിയുടെ സഹായമുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? വളരെ മനസ്സിലാവുന്നുണ്ടോ? വൃത്തിയായിട്ട് തന്നെ എന്റെ കൂടെ നിങ്ങൾ പഠിച്ചു തന്നെ പോകാം. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ എന്റെ മക്കളെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ലെക്ചർ നോട്ട് പോലെ ഒന്ന് ജസ്റ്റ് നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചു പദാർത്ഥങ്ങൾ, മാറ്റേഴ്സ്, അവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? അത് പഠിക്കുന്ന ഒരു ശാഖ അല്ലെങ്കിൽ ശാസ്ത്രത്തെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത് പഠിച്ചു. ഇനി മാറ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചോക്ക് ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ചോക്ക് രണ്ടായിട്ട് പൊട്ടിക്കാം. ചോക്ക് എടുത്തിട്ട് രണ്ടായിട്ട് പൊട്ടിക്കാം. വീണ്ടും എന്ത് ചെയ്യാം? പൊട്ടിക്കാം. വീണ്ടും ഒടിക്കാം. വീണ്ടും ഒടിക്കാം. അങ്ങനെ അവസാനം അത് തവണകളായിട്ട് ഇതേപോലെ ഒടിച്ചതിന് ശേഷം അവസാനം നമുക്ക് എന്ത് കിട്ടും? അവസാനം എന്ത് സംഭവിക്കും? വളരെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും അല്ലെ? ഒരു ചോക്ക് നമ്മൾ എടുത്തു, അതൊടിച്ചു, വീണ്ടും ഒടിച്ചു, വീണ്ടും ഒടിച്ചു, അങ്ങനെ ഒടിച്ചു കഴിയുമ്പോൾ എന്ത് കിട്ടും? വളരെ ചെറിയൊരു പീസ് നമുക്ക് കിട്ടും അല്ലെ? അപ്പോ അങ്ങനെ ഒരു ചെറിയ ഒരു കണികയുടെ പേരാണ് ആറ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ കിട്ടുന്ന ഒരു ചെറിയ കണികയുടെ പേര് മീൻസ് ഒരു ചെറിയ കണിക. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പോ ഒരു ചെറിയ കണിക, ഒരു ചെറിയ കണിക. നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ചെറിയ കണികയുടെ ചെറിയൊരു ലാസ്റ്റ് നമ്മൾ ചോക്ക് ഒടിച്ചൊടിച്ചൊടിച്ച് ചെറിയൊരു കഷ്ണം കിട്ടും അല്ലെ? അങ്ങനെ ചെറിയ ആ കിട്ടുന്ന ആ ഒരു ചെറിയ കണികയുടെ പേരാണ് എന്ത്? ആറ്റം. എന്താണ്? ആറ്റം. ചെറിയ കണികയുടെ, ഒരു ചെറിയ കണികയുടെ പേരാണ് ആറ്റം. അതിനാൽ നമ്മള് ആറ്റം എന്നത് ഒരു മൂലകത്തിലെ ഏറ്റവും ചെറിയ കണികയാണ്. മനസ്സിലായോ? ആറ്റം എന്നത് എന്താണ്? ആറ്റം മൂലകത്തിലെ ഏറ്റവും ചെറിയ കണികയാണ്. മനസ്സിലായോ? ആറ്റം എന്നത് മൂലകത്തിലെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. മനസ്സിലായോ? മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. മനസ്സിലായോ? മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക ആറ്റം. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക ആറ്റം. മനസ്സിലായല്ലോ? മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു ചോക്ക് എടുക്കുക, അത് ഒടിക്കുക, വീണ്ടും ഒടിക്കുക, വീണ്ടും ഒടിക്കുക, അങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് നമുക്കൊരു ചെറിയ പീസ് കിട്ടും. ആ ചെറിയ പീസ് അത് ചെറുതായിരിക്കും അല്ലെ? അങ്ങനെ വരുന്ന, അതായത് ചോക്കിൽ ചെറിയ പീസ് ആറ്റം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെറിയ പീസ് നമ്മൾ കണക്കാക്കുന്ന ആ ഒരു കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു ചെറിയ കണികയുടെ പേരാണ് ആറ്റം. അപ്പൊ മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. മനസ്സിലായോ? ആറ്റം എന്താണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ആറ്റത്തെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആറ്റത്തെ കൂടുതലായിട്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇഷ്ടിക, ഞാനൊരു ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാണ്. ഒരു ഇഷ്ടിക കൊണ്ട് നമ്മൾ വീടുണ്ടാക്കാം അല്ലെ? ഇഷ്ടിക കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? വീടുണ്ടാക്കാം. അപ്പൊ വീടിന്റെ ഏറ്റവും ചെറിയ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇഷ്ടിക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവം. നമ്മൾ അത് എടുത്തു, ആ ഇഷ്ടിക കൊണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിപ്പിടിക്ക് എന്തുണ്ടാക്കി? ഒരു വീടുണ്ടാക്കി.
ആ വീടിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഇഷ്ടികയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ് മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റമാണ്. ഇത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഞാൻ ഈ വീട് പണിയുന്ന കാര്യം വെക്കാട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ ക്ലിയർ ആയോ? അതുപോലെ ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകമാണ് ആറ്റം. അതുകൊണ്ട് ആറ്റമിനെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്നു. മനസ്സിലായോ? ആറ്റം എന്താണ് പറയാ? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. അപ്പൊ പദാർത്ഥങ്ങളുടെയും ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകം എന്താണ്? ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകമാണ് എന്ത്? ആറ്റം. ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകമാണ് ആറ്റം. ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകമാണ് എന്ത്? ആറ്റം. എന്താണ്? ആറ്റം. അപ്പൊ ആറ്റത്തെ എന്താണ് അറിയപ്പെടുന്നത്? ആറ്റമിനെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. എന്താണ്? ആറ്റമാണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ഇത്രയും ക്ലിയർ ആണ് എല്ലാവർക്കും? നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞ ആറ്റം എന്ന് പറയുന്നത് മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റമാണ്. ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മാണ ഘടകം എന്താണ്? ആറ്റമാണ്. അപ്പോ ആറ്റത്തെ നമ്മൾ എന്തറിയപ്പെടുന്നു? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തെ എന്താണ് അറിയപ്പെടുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റമാണ്. ആറ്റത്തെ എന്തറിയപ്പെടുന്നു? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്നു. ആറ്റത്തെ എന്താണ് അറിയപ്പെടുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്നു. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മൾ ഒരു വീട് ഉണ്ടാക്കാണ്. അതിൽ ആദ്യം ഒരു ഇഷ്ടിക വെച്ചാണ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത്. അപ്പോ അതിന്റെ ഏറ്റവും എന്നറിയപ്പെടുന്നത് എന്താണ്? ആ ബ്രിക്കാണ് അല്ലേ? ആ ഇഷ്ടികയാണ്. അപ്പൊ ഞാനതൊരു ഉദാഹരണമായാണ് പറഞ്ഞത്, പെട്ടെന്ന് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ആദ്യത്തെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ആദ്യത്തെ എന്താണ് അറിയപ്പെടുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. എന്താണ് അറിയപ്പെടുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. മൂലകത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. ആദ്യത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ആദ്യത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? എന്താണ് ആദ്യത്തെ അറിയപ്പെടുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും എല്ലാ പദാർത്ഥങ്ങളും നിർമ്മാണ ഘടകമാണ് ആറ്റം. അതുകൊണ്ടിട്ടാണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്ന് ആറ്റത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായ മക്കൾ? എന്താണ് ഇതൊക്കെ ഒന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം, മോളിക്യൂൾ. മോളിക്യൂൾ എന്താന്നുള്ളത് പഠിക്കാം. മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ഉള്ളൂ. ആ ഒരു സ്റ്റുഡന്റിനെ മാത്രം നമുക്ക് ടീം എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു സ്റ്റുഡന്റേ ഉള്ളൂ, ആ സ്റ്റുഡന്റിനെ നമുക്ക് ടീം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ആണോ? വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെന്നാണെങ്കിൽ എസ്സോ അല്ലെങ്കിൽ നോന്നോ കമന്റ് ചെയ്യണേ. എന്താണ്? ഒരു കുട്ടി മാത്രമുള്ളെങ്കിൽ നമുക്ക് ടീം എന്ന് വിളിക്കാൻ പറ്റോ? ഇല്ലല്ലേ. അതിന് എന്ത് വേണം? ഒന്നിലധികം വിദ്യാർത്ഥികൾ ചേർന്നാലാണ് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റുക? ടീം എന്ന് വിളിക്കാൻ പറ്റുക അല്ലേ? ഒന്നിലധികം വിദ്യാർത്ഥികൾ ചേരുമ്പോഴാണ് നമുക്ക് ടീം എന്ന് വിളിക്കാൻ പറ്റുക. ഒരു സ്റ്റുഡന്റ് മാത്രമുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ? ടീം എന്ന് വിളിക്കാൻ പറ്റോ? ഇല്ല അല്ലേ? ഒന്നിലധികം വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം?
ടീം എന്ന് വിളിക്കാം. ഒന്നിലധികം വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ടീം എന്ന് വിളിക്കാം അല്ലേ? അതുപോലെ തന്നെയാണ് ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുക? മോളിക്യൂൾ ഉണ്ടാവുക. എന്താണ്? ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? മോളിക്യൂൾ. ഒന്നിലധികം ആറ്റംസ് ചേർന്ന് എന്തുണ്ടാകുന്നു? മോളിക്യൂൾ ഉണ്ടാകുന്നു. ഒന്നിലധികം മാറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? മോളിക്യൂൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവണം മനസ്സിലായോ? ഒന്നിലധികം മാറ്റങ്ങളാണ്. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയൊരു കണികയാണ് അല്ലേ? അത് ഒരുപാട് ചേരുമ്പോഴാണ്, ഒന്നിലധികം ചേരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളിക്യൂൾ എന്ന് പറയുന്നത്. ആറ്റംസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് നമ്മൾ പഠിച്ചു. അത് ഒന്നിലധികം ചേരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ. ഒന്നിലധികം ചേരുന്ന ആറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ. ഒന്നിലധികം വരുന്ന ആറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ. മനസ്സിലായോ? ഒന്നിലധികം ആറ്റംസ് ചേരുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? മോളിക്യൂൾ. ഒന്നിലധികം ആറ്റംസ് ചേരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? മോളിക്യൂൾ. ആറ്റംസ് എങ്ങനെയാണ്? വളരെ ചെറിയ കണികയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അത് ഒന്നിലധികം ചേരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? മോളിക്യൂൾ എന്ന് വിളിക്കും. ആറ്റംസ് എന്ന് പറയുന്നത് വളരെ ചെറിയ കണികയാണെന്ന് പഠിച്ചു. പിന്നെ ഇതിനെ മറ്റൊരു പേര് അറിയപ്പെടുന്നു പറഞ്ഞു. എന്താണ്? ബിൽഡിംഗ് ഓഫ് മാറ്റർ എന്നാണ് ആറ്റത്തെ അറിയപ്പെടുന്നതെന്ന് പഠിച്ചു. അപ്പൊ ആറ്റം ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ ചേർന്നാൽ എന്ന് നമ്മൾ വിളിക്കുന്നു? മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. ഒന്നിലധികം ആറ്റംസ് ചേരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ. ഓക്കെ. കുറച്ച് ഉദാഹരണം ഞാൻ പറയട്ടെ. ഹൈഡ്രജൻ കണ്ടോ? ഓക്സിജൻ 2. ഇങ്ങനെ മാത്രമാണെങ്കിൽ നമ്മൾ പറയില്ല. ഒന്നിലധികം വരുമ്പോഴാണ് അത് മോളിക്യൂൾ ആവുന്നത്. മനസ്സിലായോ? ഒന്നിലധികം വരാണ്. ഇപ്പൊ നൈട്രജൻ, അതുപോലെ തന്നെ H2O, ഇതൊക്കെ ഒന്നിലധികമാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഒന്നിലധികം ആറ്റംസ് ചേർന്നാൽ മോളിക്യൂൾ, ഒന്നിലധികം ആറ്റംസ് ചേർന്നാൽ മോളിക്യൂൾ. മനസ്സിലായോ? ആറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണികകൾ വേറെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിലധികം ആറ്റംസ് ചേരുമ്പോൾ നമ്മൾ അതിനെ മോളിക്യൂൾ എന്നാണ് വിളിക്കുക. മനസ്സിലായോ? അപ്പോ ഇതെല്ലാം എന്താണ്? മോളിക്യൂൾ ആണ്. നിങ്ങൾ തന്നില്ലേ? ഇതൊക്കെ എന്താണ്? മോളിക്യൂൾ. ഒന്നിലധികം ഉണ്ട്. കണ്ടാ? ഒന്നിലധികം ഇല്ലേ? ഓക്സിജൻ 2, നൈട്രജൻ 2, H2O, H2, ഇതൊക്കെ എന്താണ്? ഒന്നിലധികമാണ്. അപ്പൊ നമ്മൾ ഇതിനെ മോളിക്യൂൾ എന്നാണ് വിളിക്കുക. അപ്പൊ മോളിക്യൂൾ എന്താന്ന് മനസ്സിലായോ? ആറ്റം എന്താന്ന് മനസ്സിലായോ? മാറ്റർ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. എലമെന്റ്. എന്താണ്? എലമെന്റ്. എലമെന്റ്. അടുത്തത് പഠിക്കാം. എന്ത്? എലമെന്റ്. നമുക്കറിയാം ഈ സ്വർണം അതെടുത്ത് നമുക്ക് മറ്റൊരു പദാർത്ഥമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? ഇത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സ്വർണം നമ്മൾ എടുത്തു. സ്വർണം എടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി മറ്റൊരു പദാർത്ഥമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ്? ഇല്ല അല്ലെ? കാരണം ഗോൾഡ് എന്താണ്? ഒരു എലമെന്റ് ആണ്. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല? മറ്റൊരു പദാർത്ഥമാക്കാനായിട്ട് സാധിക്കില്ല. ഹൈഡ്രജൻ, ഓക്സിജൻ, അയൺ, കോപ്പർ, ഇതെല്ലാം എന്താണ്? എലമെന്റ് ആണ്. എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, കോപ്പർ, അതുപോലെ അയൺ, ഇതൊക്കെ എന്താണ്? എലമെന്റ് ആണ്. ഇതെല്ലാം എന്താണ്? എലമെന്റ് ആണ്. ഇതെല്ലാം എലമെന്റ് ആണ്. ഓക്കെ. അപ്പോ എലമെന്റ് എന്നത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് വിഭജിക്കാനായിട്ട് കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ്
എന്ത് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? കോപ്പറിനെ അയണിനൊക്കെ നമുക്ക് വേറെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗോൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ എലമെന്റ് എന്നത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ് എന്ത് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ് എന്താണ്? കെമിക്കൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു ശുദ്ധ പദാർത്ഥത്തെയാണ് നമ്മൾ എലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോപ്പ് മെഡിസിൻസിലൊക്കെ നമ്മൾ കെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു. പക്ഷെ എലമെന്റിൽ എന്ത് പറ്റില്ല? നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കെമിക്കൽ മെത്തേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? എലമെന്റില് കെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത, മനസ്സിലായോ? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥം മാത്രമാണ് എന്ത് ഈ എലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റ് എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ എലമെന്റ് എന്താണ്? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും വിഭജിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ശുദ്ധ പദാർത്ഥം മീൻസ് മാറ്ററിനാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റ് എന്ന് പറയാ. അതായത് ഹൈഡ്രജൻ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഓക്സിജനെ മാറ്റാൻ പറ്റുമോ? അയൺ, കോപ്പർ, ഇതിനൊക്കെ നമുക്ക് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കാത്തതാണ് എന്ത് എലമെന്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞുതരാണ്, എന്റെ മക്കൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു ശുദ്ധ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റ് എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ എലമെന്റ് എന്താണ്? നമുക്ക് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത, മനസ്സിലായോ? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പൊ എന്താണ് എലമെന്റ്? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാനായിട്ട് കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ് എന്ത് എലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് എലമെന്റ്? കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥമാണ് എന്ത് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മളെ കെമിസ്ട്രി എന്താന്ന് പഠിച്ചു, മാറ്റർ എന്താന്ന് പഠിച്ചു, ആറ്റം എന്താന്ന് പഠിച്ചു, മോളിക്യൂൾ, എലമെന്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരാം, നിങ്ങൾ ആൻസർ എഴുതി ഈ നമ്പറിലേക്ക് അയക്കുക. ഓക്കെ, നല്ല വൃത്തിയായിട്ട് എഴുതി നോട്ട്ബുക്കിൽ, കെമിസ്ട്രി എന്ന് നോട്ട്ബുക്ക് എടുത്ത് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് ഈ നമ്പറിലേക്ക് എനിക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി അയക്കണം. മനസ്സിലായോ? നല്ല വൃത്തിയായിട്ട് വേണം എഴുതാനായിട്ട്. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, എന്താണ് കെമിസ്ട്രി? ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ തരാണ്. കെമിസ്ട്രി എന്താണ്? മാറ്റർ എന്താണ്? ഇതൊക്കെ പഠിച്ചതാട്ടോ. ഇപ്പൊ ഞാൻ കുറെ പ്രാവശ്യം പഠിപ്പിച്ചതാണ്. അതൊക്കെ ഒന്ന് എഴുതി തന്നെ. ആറ്റം എന്താണ്? 4 മോളിക്യൂൾ എന്താണ്? 5 എലമെന്റ്സ്
എന്താണ്? അപ്പൊ ഇത്രയും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് എനിക്ക് നോട്ട് എഴുതി പഠിച്ച് എനിക്ക് കാണിച്ചു തരണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാല് ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ റിപ്ലൈ എന്തായാലും വേണം. ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. ഇനി മനസ്സിലാവുന്നില്ല, ഒന്നും കൂടി ആവർത്തിച്ച് പറയണമെങ്കിൽ ഇനിയും ആവർത്തിച്ച് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ടെന്നനുസരിച്ച് എല്ലാവരും പഠിക്കുക, എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു മക്കളെ. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാലൻസ് ആയിട്ട് കാണാം. ഓക്കെ.